മലബാർ ഒരു 250 ഏക്കറിൽ വലിയൊരു ടൗൺഷിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പ്രകൃതി മനോഹരമായ സ്ഥലത്ത് മലബാറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും നമ്മുടെ ചെയർമാൻ്റെ ഒരു സ്വപ്നമാണ് ഇതിലൂടെ പൂവണിയുന്നത്. കാരണം എൻ്റെ അമ്മാവനായ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഞങ്ങളിലൂടെ പൂവണിയാണ്. കുറേ കാലമായിട്ട് 10-20 വർഷമായിട്ട് അല്ലേ നമ്മൾ 10-20 വർഷമായിട്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ വീട് വെക്കാൻ ഇപ്പോൾ പറ്റിയത്. എനിക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കണമെന്ന്, കാരണം നമ്മൾ നാട്ടിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു വീട് എന്നുള്ളതാണ്. പിന്നെ അതിലുപരി എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കൊരു വീട്. എൻ്റെ പേരൻസിന് എപ്പോഴും സേഫായിട്ട് നല്ലൊരു ശുദ്ധവായു, നല്ലൊരു ഫുഡെല്ലാം കഴിച്ച് അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റണം, അവർക്കൊരു ടീം ഉണ്ടായിരിക്കണം എന്നുള്ള വലിയൊരു സ്വപ്നമാണെന്ന് പോകുന്നത്. അധികം വലിപ്പമുള്ള വീടല്ല നമ്മളെ സ്വപ്നം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് കാറ്റും വെളിച്ചമൊക്കെ വരണം എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ വീടിൻ്റെ ഫർണിച്ചർ, നിൻ്റെ സെലക്ഷനും നിൻ്റെ ഷബീറിൻ്റെയും കഠിനാധ്വാനം നിഷാദ് വന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. താങ്ക് യു എന്നാ തോന്നുന്നു ഇങ്ങനെ ഒരു അപ്രീഷിയേഷൻ കിട്ടിയിട്ട് ഭയങ്കര സന്തോഷം. അല്ല, അതൊരു ടീം വർക്കാണ്. ഷബീർക്ക എന്താ പറയുക, പറഞ്ഞൊരു സാധനം നമ്മൾ ഫോളോ ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ശരിക്കും എൻജോയ് ചെയ്ത് ഫേർണിച്ചർ ചൈനയിൽ പോയത് നമ്മൾ ഫേർണിച്ചർ എടുത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഫർണിച്ചറിൽ ഇത്രയും കലാബോധം ഉണ്ടെന്നുള്ളത് ഞാൻ ശരിക്കും കണ്ടപ്പോഴാണ് അറിയുന്നത്. ഞാൻ കുറേയൊക്കെ അവിടെ എടുക്കുമ്പോൾ ആമിനെ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു തരും. അതിൻ്റെ ബേസിസിൽ കുറേ അങ്ങനെ എടുത്ത് സെലക്ട് ചെയ്തു. ഫൈസൽ ഖാൻ്റെ ഒരു ഡ്രീമാണ് ഒരു വീട് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരെയും വീട് എടുക്കാൻ ഒരു ഡ്രീമാണ്. ആ ഡ്രീമിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ആർക്കിടെക്ട്സ്, അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും സ്പീഡിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വീട് ഇങ്ങനെ കുറേ കാണിക്കുന്നതല്ല, നമുക്ക് പ്രാർത്ഥന വേണം, സ്നേഹം വേണം. ഇവിടെ വരുന്ന ഓരോ വ്യക്തിൻ്റെ സ്നേഹമാണ് നമുക്ക് പ്രാർത്ഥനയായിട്ട് മാറുന്നത്. നമ്മൾ ഹോസ്പിറ്റാലിറ്റി അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കുള്ളൊരു സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം പ്രാർത്ഥനയുമാണ്. അത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, വാപ്പയുടെ ഒരു ഡ്രീം ഹൗസ് തന്നെയാണെന്ന് പറയാം. കാരണം വാപ്പ കുറേ എഫേർട്ട് ഇട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ഹൗസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.